ഏകദേശം 7 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മേജർ രവി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓപ്പറേഷൻ റാഹത്ത്. കുരുക്ഷേത്ര, കണ്ടഹാർ, കീർത്തിചക്ര തുടങ്ങിയിട്ടുള്ള പട്ടാള ചിത്രങ്ങളിൽ ഒരു പട്ടാളക്കാരന്റെ ജീവിതം അല്ലെങ്കിൽ ഒരു പട്ടാള ജീവിതം എങ്ങനെയാണെന്ന് മലയാളികൾക്ക് തുറന്നു കാണിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് മേജർ രവി. ഏകദേശം 2 പതിറ്റാണ്ടിലേറെയുള്ള തൻ്റെ സ്വന്തമായിട്ടുള്ള ഇന്ത്യൻ സേനയിലുള്ള സേവനം, ആ ഒരു ജീവിതം തന്നെയായിരിക്കാം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രചോദനം. പക്ഷേ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പുതുമ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ ഒരു മേജർ രവിയുടെ ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കാണാനായിട്ട് സാധിക്കില്ല. പകരം തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ശരത് കുമാർ ആണ് ഇവിടെ മെയിൻ റോളിൽ വരുന്നത്. സൗത്തിൽ നിന്ന് ഒരു ഇന്ത്യൻ സിനിമ, ഇങ്ങനെ ഒരു ടൈറ്റിലോട് കൂടിയിട്ടാണ് സിനിമയുടെ പോസ്റ്റർ നേരത്തെ പുറത്തിറങ്ങി. മാത്രമല്ല ഈ ഒരു സിനിമ മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളിലും റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്പറേഷൻ റാഹത്ത് എന്താണെന്ന് നോക്കാം. അതായത് 2015 യമനിൽ വെച്ച് സൗദി അറേബ്യയും അതുപോലെ തന്നെ സഖ്യകക്ഷികളും നടത്തിയ ഒരു സൈനിക ഇടപെടൽ. അതിന്റെ ഭാഗമായിട്ട് അവിടെ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെയും മറ്റ് വിദേശികളായിട്ടുള്ള പൗരന്മാരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ സായുധ സേന നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റാഹത്ത്. ഈ ഒരു ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറയുന്ന ഈ ഒരു സായുധ സേനയുടെ, ഇന്ത്യൻ സായുധ സേനയുടെ ഈ ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം 4640 ഇന്ത്യൻ പൗരന്മാരെയും 41 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 960 വിദേശ പൗരന്മാരെയും അവിടെ നിന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറയുമ്പോൾ ഈ ഒരു 2015 നടന്നിട്ടുള്ള ഈ ഒരു യമൻ പ്രതിസന്ധി, അതിന്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ റാഹത്താണ് ഈ ഒരു സിനിമയുടെയും പശ്ചാത്തലം എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് യുദ്ധം തന്നെയാണ് പശ്ചാത്തലം. മാത്രമല്ല അതിന്റെ ഇടയിൽ വളരെ സസ്പെൻസ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ശരത് കുമാർ എന്ന് പറയുന്ന നടന്റെ ആ ഒരു എൻട്രി എന്നൊക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നുന്ന രീതിയിലാണ് ടീസർ ഉള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. പ്രേക്ഷകർ അതുപോലെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ടീസറും ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ ആഷ്ലിൻ മേരി ജോയ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അർജുൻ രവി നിർവഹിക്കുന്നു. കഥ, തിരക്കഥ കൃഷ്ണകുമാർ കെ എഴുതുന്നു. എഡിറ്റർ ഡോൺ മാക്സ്. സംഗീതം നൽകിയിരിക്കുന്നത് രഞ്ജിൻ രാജ്. ചീഫ് എക്സിക്യൂട്ടീവ് ബെന്നി തോമസ്. വസ്ത്രാലങ്കാരം ചെയ്തിരിക്കുന്നത് വി സായി ബാബു. കലാസംവിധാനം ഗോകുൽദാസ് ആണ്. മേക്കപ്പ് റോണക് സേവ്യർ. പ്രൊഡക്ഷൻ കൺട്രോളർ പ്രവീൺ ബി മേനോൻ. അസോസിയേറ്റ് ഡയറക്ടർ പരീക്ഷിത് RS. ഫിനാൻസ് കൺട്രോളർ അഗ്രാവ് പി. കാസ്റ്റിംഗ് ഡയറക്ടർ രതീഷ് കടകം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനൂപ് സുന്ദരൻ. സ്റ്റിൽസ് ഹരി തിരുമല. പബ്ലിസിറ്റി ഡിസൈൻ സുഭാഷ് മൂൺമാമ. PRO AS ദിനേശ്.